വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വൻകരകളെ കുറിച്ചിട്ടാണ്. അപ്പൊ അതിൽ ഓൾറെഡി രണ്ട് വൻകരകള് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഏഷ്യയും പഠിച്ചിട്ടുണ്ട്, ആഫ്രിക്കയും പഠിച്ചിട്ടുണ്ട്. രണ്ട് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കുട്ടികൾ കാണുക കേട്ടോ. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വടക്കേ അമേരിക്ക എന്ന് പറയുന്ന വൻകരയെ കുറിച്ചിട്ടാണ്. അപ്പൊ ബാക്കിയുള്ള വൻകരകൾ ഈ ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ വൻകരകളെ കുറിച്ചുള്ള ക്ലാസ് ആയിരിക്കും. വൻകര കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു ടോപ്പിക്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഓരോ ടോപ്പിക്കും പഠിച്ച് തീരാനായിട്ട് കുറച്ചും കൂടി ഒരു എളുപ്പമുണ്ടാവും അല്ലെ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏത് വൻകരയെ കുറിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടക്കേ അമേരിക്കയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഭൂഖണ്ഡങ്ങൾ പറയുമ്പോൾ ഭൂഖണ്ഡത്തിൽ വലിപ്പത്തിൽ മൂന്നാം സ്ഥാനം ഏതിനാണ് എന്ന് ചോദിച്ചാൽ വടക്കേ അമേരിക്കയ്ക്കാണ് കേട്ടോ. അപ്പൊ വൻകരകളില് വലിപ്പത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള വൻകര ഏതാണ്? വടക്കേ അമേരിക്കയാണ് എന്ന് മനസ്സിലാക്കുക. ഇനി വടക്കേ അമേരിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദിയുടെ പേര് മിസിസിപ്പി എന്നാണ്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും നീളം കൂടിയ നദിയുടെ പേര് ഏതാണ്? മിസിസിപ്പി എന്നാണ്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ പേര് മൗണ്ട് മക്കിൻലി. ഏതാണ്? മൗണ്ട് മക്കിൻലി. അതാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഇനി ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് വൻകരയിലാണ്? വടക്കേ അമേരിക്കയിലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് വടക്കേ അമേരിക്കയിലാണ്. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യത്തിന്റെ പേരാണ് കാനഡ. വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ്? കാനഡയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യവും ഏത് തന്നെയാണ്? കാനഡ തന്നെയാണ്. അപ്പൊ വടക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം കാനഡയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ രാജ്യം ചോദിച്ചു കഴിഞ്ഞാലും കാനഡ തന്നെയാണ് പറയാട്ടോ. ഇനി ലോകത്ത് ഏറ്റവും കൂടുതൽ തടാകങ്ങളുള്ള രാജ്യവും ഏതാണ്? കാനഡയാണ്. അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ തടാകങ്ങളുള്ള രാജ്യമായ കാനഡ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഏത് വൻകരയിൽ സ്ഥിതി ചെയ്യുന്നു? വടക്കേ അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി അടുത്തത്, ലോകത്തെ ഏറ്റവും കൂടുതൽ ന്യൂസ് ഏജൻസികളുള്ള രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അമേരിക്കയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ന്യൂസ് ഏജൻസികൾ എവിടെയുള്ള ഏത് രാജ്യത്താണുള്ളത് ചോദിച്ചാൽ അമേരിക്കയിലാണ് പറയും. ഇനി നമുക്കറിയാം, നമ്മൾ സമുദ്രങ്ങൾ പഠിച്ചിട്ടുണ്ട്. സമുദ്രങ്ങളുടെ ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ലോകമഹാസമുദ്രങ്ങളൊക്കെ തന്നെ. അപ്പൊ അതിൽ ആർട്ടിക് സമുദ്രത്തെ കുറിച്ചും അറ്റ്ലാന്റിക് സമുദ്രത്തെ കുറിച്ചും പസഫിക് സമുദ്രത്തെ കുറിച്ചും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ മൂന്ന് സമുദ്രങ്ങളും തീരങ്ങളായിട്ടുള്ള രണ്ട് രാജ്യങ്ങളാണ്. ഒന്ന് അമേരിക്കയും കാനഡയും. അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചു വെക്കുക. ആർട്ടിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, പസഫിക് സമുദ്രം എന്നീ മൂന്ന് സമുദ്രങ്ങളും തീരങ്ങളായിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? അമേരിക്കയും കാനഡയും. ഈ മൂന്ന് സമുദ്രങ്ങളും തീരങ്ങളായിട്ടുള്ള രാജ്യങ്ങളാണ്. ഇനി വടക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന പുൽമേടിന്റെ പേര് പ്രയറീസ് എന്നാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. വടക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന പുൽമേടുകളെ എന്ത് പേരിട്ട് വിളിക്കുന്നു? പ്രയറീസ് എന്ന് വിളിക്കുന്നു. ഈ പ്രയറീസിന് ഒരു വിശേഷണം ഉണ്ട്, അറിയോ നിങ്ങൾക്ക്? ലോകത്തിന്റെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് പ്രയറീസ് ആണ്. ലോകത്തിന്റെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് വടക്കേ അമേരിക്കയിൽ കാണപ്പെടുന്ന പുൽമേടുകളായ ഏതാണ്? പ്രയറീസ് ആണ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത്, നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് പഞ്ചമഹാതടാകങ്ങളെ കുറിച്ച്. അങ്ങനെ നമ്മളോട് ചോദിക്കുകയാണ്, പഞ്ചമഹാതടാകങ്ങള് ഏത് ഭൂഖണ്ഡത്തിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും വടക്കേ അമേരിക്കയിലാണ്. ഏതൊക്കെയാണ് ആ പഞ്ചമഹാതടാകങ്ങൾ? സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറോൺ, എറി, ഒന്റാറിയോ തുടങ്ങിയവയെയാണ് നമ്മൾ പഞ്ചമഹാതടാകങ്ങൾ എന്ന് വിളിക്കുന്നത്. സുപ്പീരിയർ, മിഷിഗൺ, ഹ്യൂറോൺ, എറി, ഒന്റാറിയോ തുടങ്ങിയവയാണ് പഞ്ചമഹാതടാകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ പഞ്ചമഹാതടാകങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? വടക്കേ അമേരിക്കയിലാണ് എന്ന് ഓർത്തു വെക്കണം. ഇനി അടുത്ത നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഗ്രീൻലാൻഡിനെ. ഈ ഗ്രീൻലാൻഡ് ഏത് ഭൂഖണ്ഡത്തിലാണ്? വടക്കേ അമേരിക്കയിലാണ്. അപ്പൊ ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നതും വടക്കേ അമേരിക്കയിലാണ്. ഇനി അമേരിക്കയെയും കാനഡയെയും വേർതിരിക്കുന്നത് ഏത്? അമേരിക്ക, കാനഡ എന്നിവയെ വേർതിരിക്കുന്നത് 49 സമാന്തര രേഖയാണ്. അതിനെ നമ്മൾ മെഡിസിൻ ലൈൻ എന്നുകൂടി വിളിക്കുന്നു. അപ്പൊ മെഡിസിൻ ലൈൻ അഥവാ 49 സമാന്തര രേഖ എന്ന് പറഞ്ഞാൽ അത് അമേരിക്ക, കാനഡ തുടങ്ങിയവയെ വേർതിരിക്കുന്നതാണ് എന്ന് ഓർത്തു വെക്കാട്ടോ. ഇനി അടുത്തത്,
മെക്സിക്കോ, നമ്മുടെ ഹരിത വിപ്ലവം ആരംഭിച്ചത് മെക്സിക്കോയിലാണ്. അപ്പൊ വടക്കേ അമേരിക്കയിലാണ് ഹരിത വിപ്ലവം ആരംഭിച്ചത് അല്ലെ. അപ്പൊ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച രാജ്യമായ മെക്സിക്കോയെ വിശേഷിപ്പിക്കുന്നത് ലോകത്തിന്റെ സംഭരണശാല എന്നാണ്. അപ്പൊ ലോകത്തിന്റെ സംഭരണശാല എന്ന് വിളിക്കുന്ന മെക്സിക്കോ, ഹരിത വിപ്ലവം ആരംഭിച്ച മെക്സിക്കോ വടക്കേ അമേരിക്കയിലാണ്. വാനില, ചോളം, പേരയ്ക്ക, മധുരക്കിഴങ്ങ് എന്നിവയുടെ ജന്മദേശവും മെക്സിക്കോ ആണ്. വാനില, ചോളം, മധുരക്കിഴങ്ങ്, പേരയ്ക്ക, ചില ഇങ്ങനത്തെ ഫ്രൂട്ട്സും അങ്ങനെ വെജിറ്റബിൾസ് ഒക്കെ തന്നിട്ട് അവയുടെ ജന്മദേശം എവിടെയാണ്, അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഇവ വന്നത് ഏത് രാജ്യക്കാർ കൊണ്ടുവന്നിട്ടാണ്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ അതും കൂടി നമ്മൾ ഓർത്തു വെക്കണം. വാനില, ചോളം, പേരയ്ക്ക, മധുരക്കിഴങ്ങ് എന്നിവയുടെ ജന്മദേശം ഏതാണ്? മെക്സിക്കോ ആണ്. ഇനി മെക്സിക്കോയില് കാണപ്പെടുന്ന ഒരു ഗോത്ര വിഭാഗത്തിന്റെ പേരാണ് ആസ്ടെക്കുകൾ. അപ്പൊ ആസ്ടെക്കുകൾ എന്ന് പറയുന്ന ഗോത്ര വിഭാഗത്തെ കാണപ്പെടുന്നത് എവിടെയാണ്? മെക്സിക്കോയിലാണ് എന്ന് മനസ്സിലാക്കുക. ആസ്ടെക്കുകൾ ട്ടോ. ഈ ആസ്ടെക്കുകൾ സംസാരിക്കുന്ന ഭാഷ നഹ്വാട്ടിൽ. അപ്പൊ ആസ്ടെക്കുകളുടെ ഭാഷയുടെ പേരെന്താ? നഹ്വാട്ടിൽ. അപ്പൊ നഹ്വാട്ടിൽ എന്ന ഭാഷ സംസാരിക്കുന്നത് ആസ്ടെക്കുകളാണ്. ഇനി ആസ്ടെക്കുകൾ മെക്സിക്കോയിലെ ഒരു ഗോത്ര വിഭാഗത്തിന്റെ പേരാണ്. ആസ്ടെക്കുകളുടെ തലസ്ഥാനം എന്താണ്? ടിനോഷ്വിറ്റ്ലാൻഡ് ആണ്. എന്താണ്? ടിനോഷിറ്റ്ലാൻഡ്. ടിനോഷിറ്റ്ലാൻഡ് എന്ന് പറയുന്നതാണ് ആസ്ടെക്കുകളുടെ ക്യാപിറ്റൽ എന്നറിയപ്പെടുന്നത്. ടിനോഷിറ്റ്ലാൻഡ്. ഇനി അടുത്തത്, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തിയാണ് ഏത്? അമേരിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തി. ഇനി നമുക്ക് കുറച്ച് അമേരിക്കയെ കുറിച്ച് പഠിക്കാം. അമേരിക്ക, വടക്കേ അമേരിക്കയിലെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ച് നമുക്ക് പഠിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് വിളിക്കുന്നു. അതുപോലെ ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന ദേശീയ മുദ്രാവാക്യം ആരുടെയാണ്? അമേരിക്കയുടെയാണ്. അപ്പൊ അമേരിക്കയുടെ മുദ്രാവാക്യം എന്താണ്? ഞങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന ദേശീയ മുദ്രാവാക്യം അമേരിക്കയിലാണ്. അതുപോലെ അമേരിക്കയുടെ ദേശീയ പതാകയിൽ ചുവപ്പ്, വെള്ള നിറങ്ങളിലുള്ള രേഖകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? 13 രേഖകളുണ്ട്. അത് അമേരിക്കയുടെ 13 കോളനികളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്ന് ഓർത്തു വെക്കണം. അമേരിക്കയുടെ ദേശീയ പതാകയിൽ ചുവപ്പ്, വെള്ള നിറങ്ങളുള്ള 13 രേഖകൾ പ്രതിനിധാനം ചെയ്യുന്നത് അമേരിക്കയിലെ 13 കോളനികളെയാണ്. അതുപോലെ തന്നെ അമേരിക്കൻ ദേശീയ പതാക ഓൾഡ് ഗ്ലോറി, സ്റ്റാർ ആൻഡ് സ്ട്രൈപ്സ് എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അമേരിക്കൻ ദേശീയ പതാകയുടെ മറ്റു പേരുകൾ എന്താണ്? ഓൾഡ് ഗ്ലോറി, സ്റ്റാർ ആൻഡ് സ്ട്രൈപ്സ് എന്നൊക്കെ പറഞ്ഞ അമേരിക്കൻ ദേശീയ പതാകയുടെ മറ്റു പേരുകളാണ്. ഇനി അമേരിക്കയുടെ ദേശീയ ഗാനം എങ്ങനെയാ തുടങ്ങണേ എന്നാണ്. അതായത് നക്ഷത്രാങ്കിത പതാക എന്ന് തുടങ്ങുന്നു. അപ്പൊ നക്ഷത്രാങ്കിത പതാക എന്ന് തുടങ്ങുന്ന ദേശീയ ഗാനം എവിടത്തെയാണ്, അല്ലെങ്കിൽ ഏത് രാജ്യത്തിന്റെയാണ്? അമേരിക്കയുടെയാണ്. ഇനി അമേരിക്കയുടെ പ്രതിരോധ വകുപ്പ്, വളരെ ശക്തമായിട്ടുള്ള പ്രതിരോധ വകുപ്പ് ഉള്ളതാണ് അമേരിക്ക. അതിന്റെ ആസ്ഥാന മന്ദിരം എവിടെയാ സ്ഥിതി ചെയ്യണേന്ന് ചോദിച്ചാൽ പെന്റഗണിലാണ്. അമേരിക്കയുടെ പ്രതിരോധ വകുപ്പിന്റെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പെന്റഗണിലാണ് എന്ന് മനസ്സിലാക്കണം കേട്ടോ. ഇനി അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയെ വിളിക്കുന്നത് വൈറ്റ് ഹൗസ് എന്നാണ്. അത് വാഷിംഗ്ടൺ DC-യിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക കാലയളവ് 4 വർഷമാണ്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി വൈറ്റ് ഹൗസ് വാഷിംഗ്ടൺ DC-യിൽ സ്ഥിതി ചെയ്യുന്നു. ഈ വൈറ്റ് ഹൗസിന്റെ രൂപരേഖ തയ്യാറാക്കിയ ആർക്കിടെക്റ്റിന്റെ പേര് ജെയിംസ് ഹോബർ എന്നാണ്. ജെയിംസ് ഹോബർ എന്ന് പറയുന്ന വ്യക്തിയാണ് വൈറ്റ് ഹൗസിന്റെ രൂപരേഖ തയ്യാറാക്കിയ ശില്പി ട്ടോ. ഇനി വൈറ്റ് ഹൗസിൽ ആദ്യമായിട്ട് ആരാ താമസിച്ചേ? ഏത് അമേരിക്കൻ പ്രസിഡന്റാ താമസിച്ചേ? ജോൺ ആദംസ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ആണ് വൈറ്റ് ഹൗസിൽ ആദ്യം താമസിച്ചിരുന്നത്. ഇനി വൈറ്റ് ഹൗസിന്റെ പേര് ഇതൊന്നല്ലായിരുന്നു. മുമ്പ് അത് അറിയപ്പെട്ടിരുന്നത് പ്രസിഡന്റ് ഹൗസ്, അതുപോലെ എക്സിക്യൂട്ടീവ് മാൻഷൻ എന്നീ പേരുകളിലൊക്കെയാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ വൈറ്റ് ഹൗസിന്റെ മറ്റു പേരുകൾ എന്തൊക്കെയാണ്? പ്രസിഡന്റ് ഹൗസ്, എക്സിക്യൂട്ടീവ് മാൻഷൻ എന്നൊക്കെ വിളിക്കുന്നത് ഇതിനെ തന്നെയാണ്? വൈറ്റ് ഹൗസിനെ തന്നെയാണെന്ന് ഓർക്കുക. അതുപോലെ തന്നെ അടുത്തത് നമ്മളോട്
അമേരിക്കയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ബെറിങ് കടലിടുക്ക്. അതായത് ഇത് അമേരിക്കയെയും റഷ്യയെയും വേർതിരിക്കുന്ന കടലിടുക്കാണ്. നമ്മള് കടലിടുക്കുകളൊക്കെ പഠിച്ചപ്പോ, ജോഗ്രഫി പഠിച്ചപ്പോ ഒക്കെ കുറച്ചൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഇതില് ബെറിങ് കടലിടുക്ക് അമേരിക്ക, റഷ്യ തുടങ്ങിയവയെ വേർതിരിക്കുന്ന കടലിടുക്കാണെന്ന് മനസ്സിലാക്കുക. ഇനി അമേരിക്കയുടെ ഭരണഘടനയുടെ പ്രത്യേകത എന്താ? അമേരിക്കൻ ഭരണഘടന ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ്. ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് എന്ന് ചോദിക്കാൻ വെച്ചാൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, US കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ പറയാ. ഇനി അടുത്തത് സിനിമ. അമേരിക്കൻ സിനിമയെ കുറിച്ച് പറയുമ്പോൾ ഹോളിവുഡ് ആണ് ലോകത്തിന്റെ തന്നെ സിനിമ തലസ്ഥാനം എന്ന് ഹോളിവുഡിനെ വിശേഷിപ്പിക്കുന്നു. ഈ ഹോളിവുഡ് സ്ഥിതി ചെയ്യുന്നത് ലോസ് ഏഞ്ചൽസിലാണ്. എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ലോസ് ഏഞ്ചൽസിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ അമേരിക്ക പറയുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, മറക്കാത്ത ഒരു വെള്ളച്ചാട്ടാണ് നയാഗ്ര വെള്ളച്ചാട്ടം. ഇത് ശരിക്കും പറയുകയാണെങ്കിൽ കാനഡ, അമേരിക്ക എന്നീ രാജ്യങ്ങളുടെ അതിർത്തിയിലായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? നയാഗ്ര വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മളോട് ചോദിക്കുക, എബ്രഹാം ലിങ്കനെ കുറിച്ച് നമ്മളോട് പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുള്ളതാണ്. ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ്. അമേരിക്കയിൽ ആഭ്യന്തര യുദ്ധം നടന്നപ്പോ അമേരിക്കയുടെ പ്രസിഡന്റ് ആരായിരുന്നു? എബ്രഹാം ലിങ്കൻ ആയിരുന്നു. എത്രാമത്തെ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം? 16ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ അദ്ദേഹം തന്നെയാണ് വധിക്കപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റും. ആദ്യത്തെ വധിക്കപ്പെട്ട അമേരിക്കൻ പ്രസിഡന്റും ആരെന്നെയാണ്? എബ്രഹാം ലിങ്കൻ തന്നെയാണ്. ആരാണ് അദ്ദേഹത്തിന്റെ ഘാതകൻ? ജോൺ വിൽക്കിസ് ബൂത്ത് ആണ് അദ്ദേഹത്തിന്റെ ഘാതകൻ. 1865 ഏപ്രിൽ 14 എബ്രഹാം ലിങ്കൻ വധിക്കപ്പെട്ടത് എന്നും കൂടി ഓർത്തു വെക്കണം കേട്ടോ. ഇനി അടുത്തത് പ്രധാനപ്പെട്ട കരീബിയൻ രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏതൊക്കെയാ ഉത്തരം പറയാ? ജമൈക്ക, ക്യൂബ, ബാർബഡോസ്, അതുപോലെ ഗ്രനേഡ. ഇതിനെയൊക്കെ നമ്മൾ എന്താ വിളിക്കണേ? കരീബിയൻ രാജ്യങ്ങൾ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. കരീബിയൻ രാജ്യങ്ങൾ. കരീബിയയിലെ സുന്ദരി എന്നറിയപ്പെടുന്നത് ഡൊമിനിക്കയാണ്. ഏതാണ്? ഡൊമിനിക്കയാണ്. അതുപോലെ തന്നെ പറക്കും മത്സ്യങ്ങളുടെ നാട് എന്ന് വിളിക്കുന്നത് ബാർബഡോസിനെയാണ്. പറക്കും മത്സ്യങ്ങളുടെ നാട് എന്ന് വിളിക്കുന്നത് ബാർബഡോസിനെയാണ് കേട്ടോ. വസന്തങ്ങളുടെ നാട് എന്ന് വിളിക്കുന്നത് ജമൈക്കയാണ്. വസന്തങ്ങളുടെ നാട് എന്ന് വിളിക്കുന്നത് ജമൈക്കയാണ്. ഇനി ഐക്യരാഷ്ട്ര സംഘടന നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. UNOയെ കുറിച്ച്. UNOന്റെ സർവകലാശാലകളിലെ സമാധാന സർവകലാശാല ഒരെണ്ണുണ്ട്. അപ്പൊ UN പീസ് യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം കോസ്റ്റാറിക്കയാണ്. എവിടെയാണ്? കോസ്റ്റാറിക്ക. ഇനി അമേരിക്കയില് ഭയങ്കരമായിട്ടുള്ള വർണ്ണ വിവേചനം നിലനിന്നിരുന്ന ഒരു കൺട്രി ആയിരുന്നു. ആ വർണ്ണ വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ച വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു മനുഷ്യാവകാശ പ്രവർത്തകനാണ് മാർട്ടിൻ ലൂതർ കിങ്. അറിയാം അല്ലെ? എനിക്ക് ഒരു സ്വപ്നമുണ്ട് എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ പ്രസംഗം നടത്തിയ വ്യക്തി ആരാണ്? അല്ലെങ്കിൽ ആ പ്രസിദ്ധമായിട്ടുള്ള പ്രസംഗം ആരുടെയാണ്? മാർട്ടിൻ ലൂതർ കിങ്ങിന്റെയാണ് എന്നും കൂടി ഓർത്തു വെക്കണം കേട്ടോ. ഇനി അടുത്തത് അമേരിക്കൻ ദേശീയ പതാകയില് 50 സ്റ്റാർ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അല്ലേ? എന്തിനാ ഈ 50 സ്റ്റാറുകളെ പ്രതിനിധാനം ചെയ്യുന്നത്? അമേരിക്കയിലെ 50 സ്റ്റേറ്റ്സിനെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. അപ്പൊ ചില കുട്ടികളൊക്കെ വിചാരിക്കും എത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ടീച്ചർ പറയുന്നത്, ഇതൊക്കെ നമുക്ക് അറിയണതല്ലേ. പക്ഷെ നമ്മള് ഒരു കാര്യം ഒരു കുട്ടിക്ക്, ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒന്നും അറിയാത്ത ആൾക്കാരെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പലതും നമ്മൾ ഇവിടെ പറയും. ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് വളരെയധികം ഉപകാരപ്രദമാവുകയും ചെയ്യും. പ്ലസ് മുമ്പ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് അതൊരു റിവിഷൻ കൂടിയാവും കൂടിയും ചെയ്യും കേട്ടോ. ഇനി അതുപോലെ തന്നെ റഷ്യയിൽ നിന്നും അമേരിക്ക ഒരു സ്ഥലം വിലയ്ക്ക് വാങ്ങിയിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങള്? അലാസ്കയാണ്. ഏതാണ് റഷ്യയിൽ നിന്ന് അമേരിക്ക വാങ്ങിയത്? അലാസ്ക. ഇനി കാനഡയുടെ മാതാവ് ആരാണ്? കാനഡയുടെ മാതാവ് എന്ന ഒരു നദിക്ക് ഒരു വിശേഷണം ഉണ്ട്. ആ നദിയുടെ പേര് സെന്റ് ലോറൻസ് നദി എന്നാണ്. എന്താണ് നദിയുടെ പേര്? സെന്റ് ലോറൻസ് നദി. അതുപോലെ തന്നെ പട്ടാളക്കാരില്ലാത്ത രാജ്യം നമ്മൾ നേരത്തെ പറഞ്ഞു. UNOന്റെ സമാധാന സർവകലാശാല സ്ഥിതി ചെയ്യുന്നു. എവിടെയാ സ്ഥിതി ചെയ്യണേന്നാ പറഞ്ഞ? UN സമാധാന സർവകലാശാല കോസ്റ്റാറിക്കയിലാണ്. അപ്പൊ പട്ടാളക്കാരില്ലാത്ത രാജ്യം ഏതാണ്? കോസ്റ്റാറിക്കയാണ്. അതുപോലെ തന്നെ ബ്രിട്ടീഷ് ഹോണ്ടുറാസ് എന്ന പഴയ പേരുള്ള മധ്യ അമേരിക്കൻ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ബെലീസ് ആണ്. ഏതാണ്? ബെലീസ്. ബെലീസിന്റെ പഴയ പേരെന്തായിരുന്നു? ബ്രിട്ടീഷ് ഹോണ്ടുറാസ് എന്നായിരുന്നു പേര്.
ഇനി അടുത്തത് മോസ്കിറ്റോ തീരം. മോസ്കിറ്റോ തീരം എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? നിക്വാരാഗ്യ. ഏതിനെയാണ്? നിക്വാരാഗ്യയാണ് മോസ്കിറ്റോ തീരം എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയെ കുറിച്ച്. ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയ്ക്ക് സമ്മാനിച്ചത് ആരാണ്? ഫ്രാൻസ് ആണ്. ആരാണ് സമ്മാനിച്ചത്? ഫ്രാൻസ് ആണ് സമ്മാനിച്ചത്. സ്റ്റാച്യു ഓഫ് ലിബർട്ടി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ലിബർട്ടി ദ്വീപിലാണ്. ന്യൂയോർക്കിലെ ലിബർട്ടി ദ്വീപിലാണ്. എവിടെ സ്ഥിതി ചെയ്യുന്നു? ന്യൂയോർക്കിലെ ലിബർട്ടി ദ്വീപിൽ. ഈ സ്റ്റാച്യു ഓഫ് ലിബർട്ടി ആദ്യം അറിയപ്പെട്ടിരുന്നത് ലിബർട്ടി എൻലൈറ്റനിങ് ദ വേൾഡ് എന്നാണ്. ലിബർട്ടി എൻലൈറ്റനിങ് ദ വേൾഡ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കേട്ടോ. ഇനി അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ പറയാണ്, അമേരിക്കയിൽ 50 സ്റ്റാറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. അപ്പൊ അമേരിക്കയിൽ എത്ര സംസ്ഥാനങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതാ പറയേണ്ടത്? 50 സംസ്ഥാനങ്ങൾ ഉണ്ടെന്നാണ് പറയേണ്ടത്. ഏതാണ്? 50 സംസ്ഥാനങ്ങൾ അല്ലെ. അതുപോലെ ലോകത്തിലെ ആദ്യത്തെ അണുബോംബ് സ്ഫോടനം നടന്നിട്ടുള്ള ഹിരോഷിമ നമുക്കറിയാം. ഈ ഹിരോഷിമ സന്ദർശിച്ച ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ പേരാ പറയേണ്ടത്? ബാരക് ഒബാമയുടെ പേരാണ് പറയേണ്ടത് കേട്ടോ. അതുപോലെ വൈറ്റ് ഹൗസില് ആണല്ലോ അമേരിക്കൻ പ്രസിഡന്റ് താമസിക്കണേ. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക മുറിയുണ്ട്. ആ റൂം, ഒഫീഷ്യൽ റൂമിനെ വിളിക്കുന്നത് ഓവൽ ഓഫീസ് എന്നാണ്. എന്താ വിളിക്കണേ? ഓവൽ ഓഫീസ് എന്നുള്ള പേരിലാണ് അത് വിളിക്കുന്നത് കേട്ടോ. അതൊക്കെ ഒന്ന് നമ്മൾ ഓർത്തു വെക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ പേർക്ക് അറിയുന്നുണ്ടായിരിക്കും, എന്നാലും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വടക്കേ അമേരിക്കയെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇനി അതുപോലെ തന്നെ നമ്മൾ തെക്കേ അമേരിക്കയും യൂറോപ്പിനെയും അങ്ങനെ ഓരോരോ വൻകരകളെ കുറിച്ച് നമ്മൾ പഠിക്കും. എന്റെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണം, നിങ്ങളുടേതായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിലൊക്കെ രേഖപ്പെടുത്തുക. അത് പോസിറ്റീവ് ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, എന്ത് കമന്റുകളാണെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ വേറൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.